കാസർഗോഡ് ഗായകൻ ഹനാൻ ഷായുടെ പരിപാടിയിൽ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർ കുഴഞ്ഞു വീണു. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വകാര്യ സ്ഥലത്തൊരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു പരിപാടി. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ, എന്താണ് ഉണ്ടായത്? 3 ദിവസമായി കാസർഗോഡ് യുവാക്കളുടെ കൂട്ടായ്മ ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഫ്ലീ എന്ന പേരിലാണ് യുവാക്കളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നത്. ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികളാണ് കഴിഞ്ഞ 3 ദിവസം. അതിന്റെ സമാപന ദിനത്തിലാണ് ഇന്ന് ഗായകൻ ഹനാൻ ഷായുടെ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ ഒരുക്കിയ വേദിയിൽ പങ്കെടുക്കാവുന്നതിന്റെ ഇരട്ടിയിലധികം ആളുകൾ ആ പരിപാടിക്ക് എത്തിയിരുന്നു. നേരത്തെ തന്നെ അതിന്റെ മുഴുവൻ ടിക്കറ്റുകളും പൂർണ്ണമായി. അങ്ങനെ ആളുകൾ അതിനകത്ത് കയറിയതിനു ശേഷവും അതിന്റെ ഇരട്ടിയോളം ആളുകൾ പിന്നീടും ആ വേദിക്ക് പുറത്ത് അതിനകത്ത് കയറാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ വലിയ ഒരാൾക്കൂട്ടം ഒരു ചെറിയ സ്ഥലത്തെത്തിയപ്പോൾ ഉണ്ടായ വലിയ പ്രശ്നമാണിത്. ഇവിടെ നിരവധി പേരാണ് കുഴഞ്ഞു വീണത്. സംഘാടകർ ആളുകളോട് മാറിപ്പോവാനും ഒഴിഞ്ഞു പോവാനുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും എത്തിയ ആളുകളൊന്നും തന്നെ അത്തരം നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ല. പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം പുറമെ കൂടി നിന്ന ആളുകളെ ലാത്തി ചാർജ് നടത്തിയാണ് അവരെ പിരിച്ചുവിട്ടത്. അവിടെ നിന്ന് പല ആളുകൾക്കും എത്തിയ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി, കുഴഞ്ഞു വീണു. അവരെ സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഈ തിരക്ക് കാരണം സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കൂടാൻ മാത്രം സൗകര്യമുള്ള ഒരു സ്ഥലത്തായിരുന്നില്ല ഇവർ വേദി ഒരുക്കിയിരുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്യക്തിയുടെ സ്ഥലത്താണ് പ്രത്യേക വേദി ഒരുക്കിയിരുന്നത്. അതിൽ കൊള്ളാവുന്നതിന്റെ ഇരട്ടിയിലധികം ആളുകൾ ഈ പരിപാടി കാണാൻ എത്തി എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ വേദിയുടെ അകത്ത് പകുതിയോളം ആളുകൾക്ക് മാത്രമാണ് കയറാൻ കഴിഞ്ഞത്. പിന്നെയും റോഡ് നിറഞ്ഞ് ആളുകൾ ഒഴുകിയെത്തി. പരിപാടി തുടങ്ങിയതിനു ശേഷവും പല ഭാഗത്തു നിന്നായി ആളുകൾ എത്തി. അപ്പോൾ അകത്ത് കുടുങ്ങിയ ആളുകൾക്ക് പുറത്തും വലിയ ജനക്കൂട്ടം വന്നതോടുകൂടി അകത്തുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് വലിയ രൂപത്തിൽ കുഴഞ്ഞു വീഴുന്ന ശാരീരിക അസ്വസ്ഥം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുറമേയുള്ളവരെയും ഒക്കെ ലാത്തി ചാർജ് നടത്തിയാണ് പിന്നീട് അവിടുന്ന് ആൾക്കൂട്ടത്തെ ഒഴിവാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ പരിപാടി സംഘാടകർ നിർത്തിവെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ശാരീരിക അസ്വസ്ഥമുള്ള ആളുകളെ കാസർഗോഡ് വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഈ തിരക്കിലും അനുഭവപ്പെട്ട ശാരീരിക അസ്വസ്ഥമാണ് ഉണ്ടായത്. യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് കഴിഞ്ഞ 3 ദിവസമായി കാസർഗോഡ് നഗരം കേന്ദ്രീകരിച്ച് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അതിന്റെ സമാപന ദിനമാണ് ഇന്ന്. സമാപന ദിനത്തിലാണ് ഹനാൻ ഷായുടെ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത്. അതിനാണ് ഇത്രയധികം ആളുകൾ എത്തിയത്. ശരി, ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ കുഴഞ്ഞു വീണത്.